ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോഴും മൂടുബിദ്രയിൽ തന്നെയാണ്. സിറ്റിയുടെ നടുക്കാണ്. ഇവിടെ കുറേ ഷോപ്പിംഗ് മാൾസും കടകളും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് കടയാണ് നവമി. നവമി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. അവർക്ക് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ബേക്കറി ആൻഡ് സ്വീറ്റ്സ്. അത് ഇവരുടെ തന്നെ ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് കേട്ടോ. അയ്യങ്കാർ ബേക്കറി ഉണ്ട്, അത് പക്ഷേ ബാംഗ്ലൂരിൽ നിന്ന് വന്ന കട നടത്തുന്നവരാണ്. പക്ഷേ ഇത് നവമി ഇവിടുത്തെ ആൾക്കാർ. അവർക്കൊരു വെജ് റെസ്റ്റോറൻറ്റ്. ഇത് കംപ്ലീറ്റ് നവമിയുടെ ഏരിയയാണ്. നവമി സ്പെഷ്യൽ. മാൽപ്പൂരി നിങ്ങളുടെ സ്പെഷ്യലുണ്ടോ ഇവിടെ ഈ മൂടുബിദ്രയിലെല്ലാം? ഓക്കെ, അത് കഴിഞ്ഞോ? ഓക്കെ. പിന്നെ കുറേ പേഡാസ്, ലഡ്ഡൂസ്, ഇതെല്ലാം അങ്ങനത്തെ സാധനങ്ങളാണ്. ഇത് കുക്കീസ് ഉണ്ട്. ഇതെന്താ ഇത് ലാസ്റ്റ് വൺ? തേങ്ങ ഡേറ്റ്സ്. ഡേറ്റ്സ് ആൻഡ് കോക്കനട്ട് മിക്സ് കുക്കീസ്, കോക്കനട്ട് കുക്കീസ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. നൺകട്ട്സ് ടൈപ്പ് ഒരുപാട് ബിസ്ക്കറ്റ്സ് ഉണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാൻ പറ്റും. ഇവിടുന്ന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള ഏരിയാസും ഉണ്ട്. ഓക്കെ, ബേക്കറി ഗുഡീസ്. പിന്നെ ഇവരുടെ തന്നെ ഒരു ഹോട്ട് സമോസ, വാക്കിൻ സമോസാസ്, അതെല്ലാം നോർത്ത് ഇന്ത്യൻ്റെ എല്ലാം കൂടെ മിക്സാണ്. ചാട്സ്, പിന്നെന്താ സമോസ, ബട്ടട്ട വട, പാവ് ഭാജി, അങ്ങനെ അതെല്ലാം ഹോട്ടായിട്ട് ഈവനിങ് ആകുമ്പോഴാണ് അത് ഭയങ്കര സജീവമാകുന്നത്. അത് ഇപ്പോഴത്തെ കട എല്ലാം ഇത് മുഴുവൻ ഇവരുടെയാണ്. പിന്നെ അവിടെ ഒരു ഫ്രൂട്ട് സ്റ്റോവ്. ചിക്കൻ ജ്യൂസ് കുടിച്ചിട്ടങ്ങ് തുടങ്ങാൻ. കുറച്ച് ഹൈജീനിക്കായിട്ട് മെഷീനിലൊക്കെയാണ് സംഭവം വരുന്നത്. ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ള, സാധാരണ കരിമ്പിൻ്റെ ജ്യൂസ് എപ്പോഴും ഓപ്പൺ ആയിട്ട് ഈച്ചയൊക്കെ ധാരാളം ഉണ്ടാവും. ഇത് ആ പരിപാടി ഇല്ലാന്ന് തോന്നുന്നു. നല്ല കറിയൊക്കെ നല്ല ഗ്ലൗസൊക്കെ ഇട്ടിട്ട്. നാച്ചുറൽ ഷുഗർ കെയിൻ ലിറ്റിൽ മോർ ലെമൺ നീഡഡ്. യെസ്. കൂടിപ്പോയി. നോ ജിഞ്ചർ വേണ്ട. ഓക്കെ, നൈസ്, വെരി റിഫ്രഷിംഗ്. ഒരു ജ്യൂസ് എല്ലാം ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സിറ്റി വിശേഷങ്ങൾ. പിന്നെ കുറേ കടകളൊക്കെ ഉണ്ട്. സാരിയൊക്കെ മേടിക്കണേ വാങ്ങിക്കാം, പക്ഷെ വേണ്ട. ഇവിടെ കംപ്ലീറ്റ് നമുക്ക് ജെയിൻ ബസ്തീസാണല്ലോ, ജെയിൻ സെൻറ്ററാണ്. അതുകൊണ്ട് തന്നെ ജെയിൻ ബസ്തീസിൻ്റെ ഒരു റോഡ് തന്നെയുണ്ട്, ജെയിൻ ടെമ്പിൾ റോഡ്. ആ ഭാഗത്തേക്ക് പോകാം. കുറേ ക്ഷേത്രങ്ങൾ, ഒരു 10ഓളം ജെയിൻ ടെമ്പിൾസ് കാണാൻ സാധിക്കും. അങ്ങോട്ട് പോകാം. അപ്പോൾ മൂടുബിദ്രയിലെ മറ്റൊരു സ്ഥലം, അതായത് ഭക്ഷണ സ്ഥലമാണ് സമൃദ്ധി ക്യാൻറ്റീൻ എന്നാണ്. സമൃദ്ധി ക്യാൻറ്റീൻ. ഇവരുടെ ഇവിടെയും പലഹാരങ്ങൾ, ലഞ്ച്, മീൽസ് ഇതൊക്കെ തന്നെയാണ്. ഇത് സേവകി എന്നാണ് പറയുന്നത്. എനിക്കിത് കണ്ടിട്ട് നമ്മുടെ ഇടിയപ്പം പോലെ തോന്നും, സേവകി. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് സാമ്പാർ പോലൊരു കാര്യമാണല്ലോ. സേവകി. സേവയാണോന്ന് വെച്ചാൽ സേവയല്ല, ഇടിയപ്പമാണെന്ന് വെച്ചാൽ ഇടിയപ്പത്തിനോടാണ് കൂടുതൽ ചായ. പിന്നെ ഇഡ്ഡലി ഉണ്ട്. ഇവിടെ കട്ടോരിയിലുള്ള ഇഡ്ഡലിയാണ്, ഷേപ്പ് വ്യത്യാസം. കാണിച്ചു തരാം. ഉടുപ്പി സ്വീറ്റ് സാമ്പാറും സേവികയും കോമ്പിനേഷൻ. ഇഡ്ഡലിയും ഇതുപോലെ തന്നെ കഴിക്കുന്നത്. പിന്നെ ഇവർക്ക് കേസരിയുണ്ട്, പിന്നെ താലി മീൽസ് പോലെയുള്ള കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ഷേപ്പ് ഇസ് ഡിഫറെൻറ്റ്. കട്ടോരി ഇഡ്ഡലിയാണ് കേട്ടോ. സന്നാസിൻ്റെ ഷേപ്പാണ്, ഗോവൻ സന്നാസിൻ്റെ, പക്ഷേ ഇഡ്ഡലിയാണ്. സെപ്പറേറ്റ് ടൈപ്പ് ഒരു ചട്നി. ഇവിടെ ജനറലി ഇവരുടെ ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുറച്ച് സോഫ്റ്റ് അല്ല, കുറച്ചൊരു തരിതരിയാണ്. പക്ഷേ ഇത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. നല്ല ചട്നി, നല്ല സാമ്പാർ, കൊള്ളാം കേട്ടോ. ഗുഡ് കോമ്പിനേഷൻ, നന്നായിട്ടുണ്ട്, അടിപൊളി. ആ ഷേപ്പ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ആൻഡ് മോറോവർ മറ്റു ഇഡ്ഡലി പോലെയല്ല, ഇവിടുത്തെ നല്ല സോഫ്റ്റ്, വെരി നൈസ്, ഹൈലി റെക്കമെൻഡഡ്, അടിപൊളി. സമൃദ്ധി ക്യാൻറ്റീനാണ്, ഒരു ക്യാൻറ്റീൻ സെറ്റപ്പാണ്. അത് ഭയങ്കര വലിയ കടയല്ല, സ്മോൾ ക്യാൻറ്റീൻ ഒരു കടയാണ്, പക്ഷേ എല്ലാം ഉണ്ട്. ഇത് നല്ല ടേസ്റ്റ്, ഇത് നല്ല ടേസ്റ്റ്. ചമ്മന്തി സ്കൂൾ മീൽസ് ഞാൻ കഴിക്കുന്നില്ല, ഇതൊക്കെയാണല്ലോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇവരുടെ ഷീര, നമ്മുടെ കേസരി, അവരുടെ ഷീര. ഇത് മറ്റേ ഉപ്പുമാവിൻ്റെ കൂടെയാണ് കോമ്പിനേഷൻ കൊടുക്കുന്നത്. പൈനാപ്പിളാണ് കേട്ടോ, ഇതും പൈനാപ്പിളാണ് മെയിൻ. പൈനാപ്പിൾ ഫ്ലേവേർഡ് ഷീര, ഇറ്റ്സ് വെരി നൈസ്. എല്ലാം നല്ലത്, ഗംഭീരം. രാവിലെ 6 മണി തൊട്ട് രാത്രി 8:30 മണി വരെ ഇത് ഓപ്പണാണ്.
ഇതൊരു കുറച്ച് എല്ലാം ലാഭമാണ്, എന്ത് പറഞ്ഞാൽ ലാഭമാണ് കേട്ടോ. ഇതെല്ലാം കൂടെ ഒരു 100 rupees ആയിട്ടുള്ളൂ. അപ്പോൾ സമൃദ്ധി ക്യാൻറ്റീൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് സാധാരണക്കാർക്കും വരാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു, പക്ഷേ നല്ല, ഞാൻ ഇതുവരെ കഴിച്ച എല്ലാ കടയിൽ കഴിച്ചതിനെക്കാട്ടിലും ഏറ്റവും ബെസ്റ്റ് ഇഡ്ഡലി ഇവിടുത്തെ ആയിരുന്നു. കേസരി വാസ് ഓൾസോ ഗുഡ്. ഇച്ചിരി ഒന്ന് തണുത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ വന്നിരിക്കുന്ന ടൈം ഇച്ചിരി ഓട്ട് ടൈമാണ്, അതുകൊണ്ടാണ്. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ ഒരു പുതിയ മെനു ആണ്, രാത്രിത്തേക്ക് വേറെ എല്ലാം ചൂടായിട്ട് വീണ്ടും ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി വേറെ ഒരു സ്ഥലത്തും കൂടി പോകാനുണ്ട്, അങ്ങോട്ട് പോകാം. മൂടുബദ്രിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ എങ്ങോട്ട് പോയാലും കുറേ ബസ്തീസ് കാണാം. ഇത് മറ്റൊരു ബസ്തിയാണ്, ബഡഗ ബസ്തി. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മോഡേൺ ബിൽഡിംഗ് ആണ്. ദാറ്റ് ഈസ് ഒരു കുറച്ച് കമേഴ്ഷ്യൽ കോംപ്ലക്സ് പ്ലസ് അപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട്. ഞാനിങ്ങനെ നമ്മുടെ സിറ്റിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാനൊരു നല്ലൊരു കാഴ്ച കണ്ടു. കുറേ ബോട്ടിൽസിൽ ഈ ചേട്ടനൂടെ ഫുൾ, ഇത് ചക്ക, നമ്മുടെ പച്ചച്ചക്ക ഉപ്പിലിട്ടതാണ്, ഉപ്പിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് ആൾക്കാർ മേടിച്ചിട്ട് പോയിട്ട് അവർ കറിക്കെല്ലാം യൂസ് ചെയ്യും, ചക്ക വെച്ചുള്ള കറിക്കെല്ലാം യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഞാനിങ്ങനെ പാസ് ചെയ്ത് പോയപ്പോൾ കണ്ടാണ് കേട്ടോ. മൂടുബദ്രിയിലെ ടൗൺ ഏരിയയിൽ തന്നെയാണ് ഞാൻ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതൊരു പ്രിസർവിങ് ടെക്നിക്കുമാണ്. പിന്നെ ആൾക്കാർക്ക് അതൊന്ന് എടുത്തിട്ട് കറിയൊക്കെ വയ്ക്കാനായിട്ട് ഉപയോഗിക്കാമല്ലോ ആവശ്യമുള്ളപ്പോൾ. ഞാൻ ആദ്യമായിട്ടൊരു ഉപ്പിലിട്ട ചക്ക കാണുന്നത്, കൊള്ളാം, നൈസ് നൈസ്. മൂടുബദ്രിയിലെ വിശേഷങ്ങളെല്ലാം കണ്ട് നടക്കുകയാണ്. വീണ്ടും സിറ്റി പ്രൊമൈസസിലുണ്ട്. ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള 1-2 ക്ഷേത്രങ്ങളുണ്ട്. അതിലൊന്നാണ് ഇവിടുത്തെ ഹനുമാൻ ടെമ്പിൾ. അതിൻ്റെ ഫ്രണ്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ പടിവാൾ റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ, പടിവാൾസിൻ്റെ. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഈ സമയത്ത് ഓപ്പൺ അല്ല, 5:30 ആകും ഓപ്പൺ ആവാൻ. നട തുറന്നാലേ പറ്റുള്ളൂ. ഇപ്പോൾ സമയമൊന്നും ആയിട്ടില്ല, ഒരു 3 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. ഓക്കെ, 5:30 ആയാലേ നട തുറക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അകത്ത് പോയി പ്രാർത്ഥിക്കാം. ഇവിടെ കരിക്ക് കൊണ്ടുള്ള അഭിഷേകമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നേർച്ച. അതേ നോക്കിയേ, കൂട്ടിയിട്ടിരിക്കുന്നുണ്ടോ? ഇതെല്ലാം കഴിഞ്ഞതാണ്. അഭിഷേകം ചെയ്തതിൻ്റെ ബാക്കി അതിൻ്റെ അകത്ത് കരിക്ക് കശകിന് എല്ലാം ആയിട്ട് ടെൻഡർ കോക്കനട്ട് ഉണ്ട്. ചിലതിനകത്തൊക്കെ പീസസ് കാണുന്നുണ്ട്. പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം. ഈ ക്ഷേത്രത്തിന് 3 നടയുണ്ട് കേട്ടോ. ആ സൈഡിലുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. ഏതാണ്ട് ഒരു 3 സൈഡ് റോഡിൻ്റെ നടുക്കായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഹനുമാൻ ക്ഷേത്രവും കണ്ട് പുറത്തു നിന്ന് പ്രാർത്ഥിച്ചു. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, പുതുകെ ശ്രീ സോമനാഥേശ്വര ടെമ്പിൾ, അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം. ഇത് ആക്ച്വലി പറഞ്ഞാൽ 900 years ഓൾഡ് ഒരു വളരെ പൗരാണികമായ ക്ഷേത്രമായിരുന്നു. ഞാൻ ആ ഒരു പ്രതീക്ഷയിൽ ഇവിടെ വരുമ്പോൾ നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി റിനോവേറ്റഡ്. അപ്പോൾ ഒരു പുതിയ ഒരു ക്ഷേത്രം പോലെ ആക്കി കഴിഞ്ഞു. അതിൻ്റെ ഒരു റിനോവേറ്റഡ് മോഡലൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 1 വർഷമായിട്ടുള്ളൂ റിനോവേറ്റ് ചെയ്തിട്ടെന്ന് പറയുന്നു. ഇത് ശിവഭഗവാന്റെ ക്ഷേത്രമാണ്. ഇതും ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ. പുത്തുക്കെ ഏരിയയിലാണ്, പുത്തുക്കെ ഏരിയ ഓഫ് മൂടുബദ്രിയാണ് ഈ പുത്തുക്കെ ശ്രീ സോമനാഥേശ്വര ടെമ്പിളിൻ്റെ ലൊക്കേഷൻ. ഇതൊരു ഹിസ്റ്റോറിക് ആൻഡ് സ്പിരിച്വൽ സെൻ്ററാണ്, ഡെഡിക്കേറ്റഡ് ടു ലോർഡ് ശിവ. 1255 ഏരിയയിലാണ് ചൗത്ത ഡൈനാസ്റ്റിയുടെ കാലത്താണ് ഇതാദ്യം ഇവിടെ പണിയുന്നത്. ഭയങ്കര ട്രഡീഷണൽ ആർക്കിടെക്ചറൊക്കെ ആയിരുന്നു. ഡീപ്ലി റൂട്ടഡ് ഇൻ ലോക്കൽ ഹിസ്റ്ററി ആൻഡ് ഫോക്ലോർ, ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി മാറി. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഒറിജിൻ ചൗത്ത ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലാണ്. ചൗത്ത ഡൈനാസ്റ്റി എന്ന് പറയുമ്പോൾ അവരുടെ ലീനേജ് വരുന്നത് തുളുനാടാണ്. പിന്നെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് പറഞ്ഞാൽ ചൗത്താസ് അവരുടെ ക്യാപിറ്റൽ ഉള്ളാൾ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, സോമേശ്വറിലെ. അവിടുന്ന് മൂടുബിദ്രിയിലേക്ക് 12th centuryയിലാണ് മാറ്റുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ടെമ്പിൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് ആദ്യത്തെ ഇവരുടെ ഒരു രാജാവ്, ദാറ്റ് ഈസ് ഫസ്റ്റ് തിരുമല രായ 1245 to 1283 AD. ആ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇവിടെ ഇങ്ങനൊരു ക്ഷേത്രം സ്ഥാപിതമാകുന്നത്. അതെന്തിനാണ് ആ സമയത്ത് അങ്ങനെ സ്ഥാപിച്ചു എന്ന് വെച്ചാൽ റോയൽ ഫാമിലിക്ക് റെഗുലറായിട്ട് ഓഫറിങ്സും പ്രേയേഴ്സും ലോർഡ് ശിവയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു
ക്ഷേത്രം ഇവിടെ പണിയുന്നത്. അപ്പോൾ അവിടുത്തെ എസ്റ്റാബ്ലിഷ്ഡ് ഇപ്പോൾ ഈ ചൗത്താസ് തന്നെ ഉള്ളാലിൽ നിന്നാണ് ഇവിടെ എത്തിയത്. മൂടുബിദ്ര 12th സെഞ്ച്വറിയിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടാണ് ക്ഷേത്രം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പേര് പുത്തുക്കി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലേ ഔട്ട് എന്താ വെച്ചാൽ ടെമ്പിൾ വെസ്റ്റ് ഫേസിംഗ് ആണ്. പിന്നെ അതുപോലെ 3 പ്രകാരംസ് ഉണ്ട്. അകത്ത് ഒരു സ്ക്വയർ ഷേപ്പുള്ള സാങ്ക്റ്റമാണ്. പണ്ടത്തെ ഗർഭഗൃഹമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഇന്നർ സാങ്ക്റ്റം സാങ്ക്ടോറിയം. പിന്നെ ഒരു തീർത്ഥ മണ്ഡപമുണ്ട്. പിന്നെ റിനോവേഷൻസൊക്കെ ഭയങ്കര ഗ്രാൻഡ് സ്കെയിലിലാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഭയങ്കര എക്സ്റ്റെൻസീവ് റിനോവേഷൻ നടന്നു. പഴയതിൻ്റെ ഒരു അല്പം പോലും ബാക്കിയില്ലാത്ത രീതിയിൽ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ശരിക്കും നട അടച്ചിരിക്കുന്ന സമയമാണ്. 5 മണിക്ക് ശേഷം ഓപ്പൺ ആകുള്ളൂ. നമ്മളൊരു സ്പെഷ്യൽ പെർമിഷൻ ചോദിച്ചിട്ട് അകത്തേക്ക് കയറുകയാണ്. ഇങ്ങനെ വലിയ കൊടിമരമൊക്കെ ആയിട്ട് ഇതെല്ലാം ഫുള്ളി റിനോവേറ്റഡ്. ഇവിടെ കിടാവിളക്ക് ഉണ്ട് അകത്ത്. ഉച്ചയ്ക്ക് 1:30 മണി വരെ ഓപ്പണാണ് ക്ഷേത്രം. പിന്നെ വൈകുന്നേരം 5:30 ആകുമ്പോൾ. ഈ ഒരു ടെമ്പിൾ ഇപ്പോൾ കാണുകയാണെങ്കിൽ ഒരിക്കലും ഒരു 900 years old ടെമ്പിളാണെന്ന് പറയില്ല. അത്രയ്ക്കും പുതിയൊരു ക്ഷേത്രമാക്കി മാറ്റിക്കഴിഞ്ഞു. ഒരു എക്സ്റ്റെൻസീവ് റിനോവേഷനാണ്. ഇതൊരു വലിയ ഏരിയയാണ്. അത് മേളിൽ നിന്ന് നോക്കുമ്പോഴാണ് കറക്റ്റ് അറിയാൻ പറ്റും. ഒരു ഏരിയൽ വ്യൂ കാണുകയാണെങ്കിൽ എക്സലൻ്റ് ആയിട്ട് മനസ്സിലാവും. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇതിനോട് ചേർന്ന് തൊട്ട് ബാക്കിലായിട്ടൊരു ക്ഷേത്രക്കുളവുമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ചുറ്റും നമ്മളിങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ വാൾസിലെല്ലാം ചുവരിലെല്ലാം പലതരം ചിത്രീകരണങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളിങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ട്, സ്കൾപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഓരോന്നിനും ഓരോ സ്റ്റോറിയാണ്. ഇത്ര ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു, മനോഹരമായിരിക്കുന്നു. കണ്ടോ, ഓരോ പിക്ചറും ഒരു സ്റ്റോറി പറയുന്നു. നൈസ്. അതായത് ഈ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട കഥകളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് കന്നഡയിലാണ്. പക്ഷേ ഇതെനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി, മഹിഷാസുരമർദ്ദിനി. അതുപോലെ ഓരോന്നും ഓരോ ഇൻസിഡൻസ് അല്ലെങ്കിൽ ഓരോ ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ട കഥകളാണ്. നടരാജ, ഇത് ശിവപാർവതിമാർ വിത്ത് മുരുക ഭഗവാൻ, ഗണപതി ഭഗവാൻ, ഫുൾ ഫാമിലി, സന്തുഷ്ട കുടുംബം. ഇത് ഗണപതി ഭഗവാനും. ഓക്കെ, ഇതിങ്ങനെ ഞാൻ ക്ഷേത്രം ഒരു ശ്രീകോവിലിൻ്റെ ചുറ്റും നടന്നു കഴിഞ്ഞു. ഇത് കംപ്ലീറ്റ് സ്കൾപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിമനോഹരമായിട്ട്. പക്ഷേ ഒരു പൗരാണിക ക്ഷേത്രം, 900 years old ക്ഷേത്രത്തിൻ്റെ അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു പൗരാണികതയും നമുക്കറിയാമല്ലോ. നമ്മുടെ ഒരു ചരിത്രമാണ് ഇവിടെ ഉറങ്ങി കിടക്കുന്നത്. അതൊക്കെ നമുക്ക് നഷ്ടപ്പെടും പുതുമയിലേക്ക് വരുമ്പോൾ. പക്ഷേ ഇത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. വേറെ കാര്യം, നല്ല കോപ്പർ പ്ലേറ്റഡ് റൂഫും ഒക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും. ഇനി ക്ഷേത്രക്കുളത്തിൻ്റെ ഭാഗത്തും കൂടി പോയിട്ട് തിരിച്ചു പോകാം. കാര്യം ഇത് 5:30 കഴിഞ്ഞിട്ടേ നട തുറക്കുള്ളൂ. പുറത്തു നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം. അപ്പം ഞാൻ ക്ഷേത്രത്തിൻ്റെ ബാക്കിലത്തെ നടയിലൂടെ പുറത്തിറങ്ങി. ഈ മതിൽക്കെട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ, ബാക്കിലത്തെ ആ പഴയ അതൊക്കെ മാത്രമേ ബാക്കിയുള്ളൂ. വെട്ടുകല്ലിൻ്റെ മതിൽക്കെട്ടും. ഇതാണ് ഇവിടുത്തെ ക്ഷേത്രക്കുളം. അതിനും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളൂ. കുളത്തിൻ്റെ നടുക്കായിട്ടൊരു ചെറിയ പാലം പോലെ ഒരു മണ്ഡപമുണ്ട്. ഈ മണ്ഡപം ഡൊണേറ്റഡ് ബൈ കെ കേശവ ഭട്ട് കാലംബെട്ടു, സൺ ഓഫ് കെ ലക്ഷ്മി നാരായണ ഭട്ട്. ഇവിടുത്തെ ക്ഷേത്രക്കുളം. ഇതിൻ്റെ ചുറ്റും കാണുന്ന മതിൽക്കെട്ടെല്ലാം കാണുമ്പോൾ നമുക്ക് ആ ഒരു പഴമ ഫീൽ ചെയ്യും. പക്ഷേ ഈ നടുക്കുള്ള മണ്ഡപമൊക്കെ പുതിയതാണ്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു പോകാം. ഓക്കെ, പുത്തുക്കി ഇവിടുത്തെ ക്ഷേത്രവും കണ്ടു. ഇനി നമ്മൾ തിരിച്ച് ടൗൺ ഏരിയ പോയിട്ട് ചെറിയ റിഫ്രഷ്മെൻ്റ് ആകാമല്ലേ.
ഈ ഗ്രാമത്തിൻ്റെ ക്ഷേത്രമാണിത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ കുടുംബക്ഷേത്രം എന്നൊക്കെ പറയണത് പോലെ ദിസ് ഈസ് ദ വില്ലേജ് ടെമ്പിൾ. പക്ഷേ ഇതിപ്പോൾ റെനോവേറ്റ് ചെയ്ത് മോഡേൺ ആക്കി എന്നുള്ളതാണ് വ്യത്യാസം. ഒരുപാട് കോടികൾ മുടങ്ങി. ജെയിൻ കമ്മ്യൂണിറ്റിയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവർ തന്നെയാണ് പൈസ മുടക്കിയതും ഇങ്ങനെ ആക്കിയതുമല്ല. ഓക്കെ, അപ്പോൾ ഈ വിശേഷങ്ങളുമായിട്ട് ഏതാണ്ട് മൂടുബദ്രി ഈസ് ഓൾമോസ്റ്റ് ഓവർ. പറ്റുന്ന പോലെയൊക്കെ കാര്യങ്ങളെല്ലാം കാണുകയും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടെമ്പിൾ പ്രൊമൈസസിൽ നിന്നും നമ്മൾ മുന്നോട്ട് ഇനി നമ്മൾ ശൃംഗേരിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഹൈവേയിലേക്ക് കയറി. അപ്പോൾ പോകുന്ന വഴിക്ക് ഹോട്ടൽ പ്രശാന്ത്, ഇത് ഹൈവേയിലുള്ള ആ ഹോട്ടലിൽ തന്നെയാണ്. റൂട്ടിൽ ഒരു ഫിൽറ്റർ കോഫിയും എന്തെങ്കിലും ഒരു ചെറിയ സ്നാക്കും കഴിച്ചിട്ടുണ്ട്. ഇവിടെ ഈവനിങ് ടൈം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സ്നാക്സ് ഉണ്ടാക്കി അടുക്കി വെച്ചിരിക്കുന്നുണ്ട്. കട്ട്ലറ്റ്, സമൂസാസ്, ബോണ്ടാസ്, ഗോലി ബജി, മൈസൂർ ബൺ, സോ മെനി തിങ്സ്. അപ്പോൾ കുറച്ച് സ്നാക്കിങ് ആകാം അല്ലേ. സ്വർണ്ണാലി, സ്വർണ്ണാലി ബന്നെ ദോശയും ബട്ടർ ഇട്ടിരിക്കുന്നത്. ചൂട് സ്വർണ്ണാലി ദോശയിൽ ബട്ടർ ഇടുമ്പോൾ അതിങ്ങനെ ഒഴുകി ഇറങ്ങി വരും. ദിസ് ഇസ് ദി നെയ്യപ്പം. ഇവിടുത്തെ ഇവരെല്ലാം സ്വീറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചമ്മന്തി കൂട്ടിക്കഴിയും. എല്ലാവരും സ്വീറ്റ് ആൻഡ് സ്പൈസി കോമ്പിനേഷൻ ഇവർക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. മധുരവും ചെറിയൊരു എരിവുമായിട്ട്. ഇത് കണ്ടില്ലേ നെയ്യപ്പംസ്. നമ്മുടെ നെയ്യപ്പം അല്ല കേട്ടോ, വ്യത്യാസമുണ്ട്. ചമ്മന്തി കൂട്ടിയാണ് കഴിക്കുന്നത്. സി പടയൊക്കെ കഴിക്കുന്നവർ. കൊള്ളാം, മധുരവും എരിവും. ഇത് ഇച്ചിരി ഫേമസ് ആണ് ഈ ഹോട്ടൽ. ഹൈവേയിൽ ഹോട്ടൽ പ്രശാന്ത്. ഇവിടുന്ന് ശൃംഗേരി പോണ റൂട്ടിൽ തന്നെയാണ്. മൂടുബദ്രിയിൽ നിന്ന് കുറച്ചിങ്ങോട്ട് മാറിയിട്ട്. അപ്പോൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ ഈവനിങ് ടൈം ആയതുകൊണ്ട് ഇവിടെ സ്നാക്സിൻ്റെ ടൈമാണ്. അതിങ്ങനെ കുറേ സ്നാക്സ്. ഉച്ചയ്ക്ക് വന്നാൽ ലഞ്ച് കിട്ടും, രാവിലെ വന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. അങ്ങനെ ഇതിപ്പോൾ ലഞ്ച്, ഇത് സ്നാക്ക്, ടീ, കോഫി ആൻഡ് സ്നാക്സ്. പിന്നെ ദോശ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ആക്ച്വലി ഈ സമയത്തൊക്കെ ഇവിടെ സെൽഫ് സർവീസാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് കൊണ്ടുവരുന്നത് ഇവിടെ എല്ലാത്തിൽ നിന്നും ഓരോന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പിന്നെ നല്ല തിരക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ വന്നും പോയിരിക്കുന്നു. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നല്ല നൈസ് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാൻ കിട്ടും. വെണ്ണ ഇങ്ങനെ ഉരുകി കണ്ടോ. യെസ്, ബട്ടറൊക്കെ ഇങ്ങനെ. ഇത് നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്ന് കഴിച്ചതാണ്. യെസ്, പലഹാരങ്ങളെല്ലാം വന്നു. ചമ്മന്തി കൂട്ടി കഴിക്കണം. വെരി സോഫ്റ്റ്, ടേസ്റ്റി. ഇഷ്ടമാണ് സൊന്നാലി ദോശ. അത് കർണാടക സ്പെഷ്യലാണ്. നമ്മളിത് സെക്കൻഡ് ടൈം കഴിക്കുകയാണ്. പ്രകാശ് ഹോട്ടലിൽ നമ്മൾ ഓൾറെഡി കഴിച്ചു. ദാറ്റ് ഇസ് കർക്കാല. ഇതിപ്പോൾ മൂടുബദ്രിയിൽ വന്നിട്ട് കഴിക്കും. ആക്ച്വലി സൊന്നാലി ദോശ ഇസ് കർണാടക സ്പെഷ്യൽ ദോശ. ചെറിയൊരു മധുരവും ഒരു യെല്ലോ കളർ. പലഹാരങ്ങളെല്ലാം വന്നു. ഏത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം. എല്ലാം പോരട്ടെ എന്ന് പറഞ്ഞ് എല്ലാം പോന്നിട്ടുണ്ട്. ഇത് മുളക് ബജി. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. കുറേ കാര്യങ്ങളുണ്ട്. ഗോലി ബാജി. ഓക്കെ. പിന്നെ ചൂട് ഇങ്ങനെ ആവി പറക്കുന്നത്. സമൂസ, സിസ്റ്റർ കട്ട്ലറ്റ് ഒക്കെ വെച്ചാണ്. പൊട്ടറ്റോ ബോണ്ട. യെസ്, എല്ലാം കഴിഞ്ഞിട്ടൊരു സൂപ്പറായിട്ടൊരു ബ്ലാക്ക് കോഫി പറഞ്ഞിട്ടുണ്ട്. ചൂടുണ്ട്. ഫിൽറ്റർ കോഫി എന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ ഞാൻ കഴിച്ചു ബ്ലാക്ക് കോഫി ലൈറ്റായിട്ട് ചെയ്യാനാണ് പറഞ്ഞ്. ഇനി ഏകദേശം ഒരു 2.5 മണിക്കൂറോളം കാറിലിരിക്കണം. മുന്നോട്ടുള്ള യാത്രയാണ്. അപ്പോൾ കോഫി എല്ലാം കുടിച്ചിട്ട് ബ്ലാക്ക് കോഫി കുടിച്ച് എനർജി വരുത്തട്ടെ. നല്ല കോഫി. ഐ തിങ്ക് ഇറ്റ്സ് ബ്ലൂ കോഫി. കറക്റ്റ് മധുരം എല്ലാം പെർഫെക്റ്റ്. Thank you. This is avocado pickle. What pickle is this? Lime pickle. This mango. Dry one. നല്ല അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ ഇവരുടെ. നല്ല ഡ്രൈ മാംഗോ പിക്കിൾ. ഇതൊക്കെ എന്താ അടിപൊളി പിക്കിളൊക്കെ ഇരിക്കുന്നു. വേണമെന്നുണ്ടെങ്കിൽ മേടിച്ചിട്ട് പോവാം. ഹൗ മച്ച്? 180. വലിയ ബോട്ടിൽ 180. ഇത് ചെറുത് 60. നല്ല അച്ചാർ കുറേ കളക്ഷൻ ഉണ്ട്. ഓക്കെ പൈസ കൊടുത്തു വരുന്നു. ഇത്രയും സ്നാക്സ് എല്ലാം കൂടെ വാങ്ങിച്ചിട്ട് 355. ഇത്രയും സ്നാക്സൊക്കെ വാങ്ങിച്ചു. സ്വർണ്ണാലി ദോശ മേടിച്ചു, കോഫി കുടിച്ചു, ഇത്രയേ ഉള്ളൂ. അങ്ങനെ മൂടുബദ്രി ഏകദേശം നമ്മൾ ഫിനിഷ് ചെയ്തു എന്ന് തന്നെ പറയാം. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അപ്പോൾ ഇനി എൻ്റെ യാത്ര മുന്നോട്ട് തന്നെയാണ്.
അപ്പോൾ കാർക്കാല കഴിഞ്ഞു, മൂടബദ്രി കഴിഞ്ഞു. ആൻഡ് ഇപ്പോൾ ശൃംഗേരിയിലേക്കാണ് എനിക്ക് പോകേണ്ടത്. പക്ഷേ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാനായിട്ട് കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്താണ്. ശൃംഗേരിയിൽ നിന്ന് ഒരു 24 ഇവിടുന്ന് പോവുകയാണെങ്കിൽ ശൃംഗേരി വഴി പോവുകയാണെങ്കിൽ ആഫ്റ്റർ ശൃംഗേരി ടച്ച് ചെയ്യാൻ നമ്മൾ കറങ്ങിപ്പോകും. രാത്രി ശൃംഗേരിയിൽ ഇന്ന് എത്തിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്തൊരു ഹോം സ്റ്റേ പോലൊരു സ്ഥലത്താണ് സ്റ്റേ ചെയ്യാൻ പോണത്. അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഇനി ഒരു 2.5 മണിക്കൂർ ഞാൻ കാറിലായിരിക്കും. അപ്പോൾ എന്തായാലും വിശേഷങ്ങളൊക്കെ കഴിയുകയാണ്. ഇന്നത്തെ വിശേഷം, ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമാവുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ അതുവരെ